നമസ്കാരം. യുവാവിനെ കാറിൽ കൈയും കഴുത്തും ബന്ധിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റുന്നതിനുള്ള പോലീസ് നീക്കം ഊർജിതം. പരിക്കേറ്റ കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി വീട്ടിൽ സുമേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി സുമേഷിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് അടുപ്പക്കാർ. അക്രമി സംഘത്തിൽ 5 പേർ ഉണ്ടായിരുന്നെന്നാണ് സുമേഷ് പോലീസിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴുത്തിലും കൈയിലും മുറിവേറ്റ നിലയിലാണ് ഇന്നലെ പുലർച്ചെ സുമേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അക്രമികളെക്കുറിച്ച് പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. രക്തം വാർന്ന് മരണപ്പെടാവുന്ന തരത്തിലാണ് സുമേഷിന്റെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചിരുന്നതെന്ന് അടുപ്പക്കാർ പറയുന്നു. തന്റെ ലിവിംഗ് ടുഗദർ പങ്കാളിയായിരിക്കാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും സുമേഷ് ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും ഈ ഘട്ടത്തിൽ കൂടുതലൊന്നും വെളിപ്പെടുത്താനാവില്ലെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കഞ്ഞിക്കുഴി CI സാം ജോസ് വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേ കല്ലാർകൂട്ടിക്കും പനങ്കൂട്ടിക്കും ഇടയിൽ അടിമാലിയിൽ നിന്നും 10 കിലോമീറ്ററോളം അകലെ വിജനമായ സ്ഥലത്ത് വച്ചാണ് സുമേഷിന് നേരെ ആക്രമണമുണ്ടായത്. 5 അംഗ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കൈകൾ സ്റ്റിയറിംഗിനോടും കഴുത്ത് ഹെഡ്രസ്റ്റിനോടും ചേർത്ത് ബന്ധിച്ചെന്നും കയ്യിലും കഴുത്തിലും മുറിവേൽപ്പിച്ചെന്നും മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തെന്നുമായിരുന്നു സുമേഷിന്റെ വെളിപ്പെടുത്തൽ. ഇന്നലെ പുലർച്ചെ ഇതുവഴി എത്തിയ വാഹനത്തിലെ ഡ്രൈവറാണ് കാറിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ സുമേഷിനെ കണ്ടെത്തിയത്. ഇയാൾ അടിമാലി പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സുമേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. M4 മലയാളം, അടിമാലി.